ഉദ്ഘാടനവും കോൺക്ലേവും മാത്രമേ ഇന്ന് കേരളത്തിൽ നടക്കുന്നുള്ളൂ. പാവപ്പെട്ടവന്റെ ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. ആളുകളെ കബളിപ്പിക്കാനുള്ള PR വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാവത്തിന്റെ സ്ഥിതി ഞങ്ങൾ മരവിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇത്രയും ദാരുണമായി എല്ലായിടക്കും പില്ലർ ടു ദ പോസ്റ്റ് എന്ന് പറയുന്ന പോലെ അവരെല്ലായിടക്കിലും പോയി കെഞ്ചി പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഒന്ന് നോക്ക്, എൻ്റെ ഭർത്താവിനെ ഒന്ന് എൻജിയോഗ്രാം ചെയ്യേ എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാൻ പോലും ആരുമില്ലായിരുന്നു. അവരെ വളരെ മോശമായി അവർക്ക് ട്രീറ്റ്മെന്റാണ് അവിടെ ലഭിച്ചത്. വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ആ സിന്ധുവിൻ്റെ വാക്കുകൾ കേട്ടത്. ഒരു പാവപ്പെട്ടവന് ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന അനുഭവം എന്താണ് എന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ പാവങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയാൽ അവർക്കൊരു സഹായവും കിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇത് അങ്ങനെ കൈകഴുകി കളയാൻ കഴിയില്ല. എല്ലാ മെഡിക്കൽ കോളേജിലെ സ്ഥിതി ഇതാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, സർക്കാർ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല. രോഗികളെ കൊണ്ട് മരുന്ന് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുന്നു. എല്ലാ സാധനങ്ങളും, ഓക്സിജൻ സിലിണ്ടർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. സിന്ധു ഞങ്ങളോട് പറഞ്ഞു. അവർ വളരെയേറെ പ്രയാസപ്പെട്ട് തൻ്റെ ഭർത്താവുമായി പോയിട്ട് കേൾക്കാനും കാണാനും ആരുമില്ല. ആ വോയിസിൽ പറയുന്നത് പോലെ ഒരു നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അദ്ദേഹത്തെ നോക്കിയില്ല. ഇവരൊക്കെ മനുഷ്യരാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവർ മനുഷ്യരാണോ? ഇവർ മനുഷ്യരാണോ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു പാവപ്പെട്ട രോഗി, അതും ഹൃദ്രോഗം മൂലം സീരിയസ് ആണെന്ന് കൊല്ലത്തുനിന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാണ്. തിരിഞ്ഞു നോക്കിയില്ലോ ഒരു ഡോക്ടർമാരും. അതിനൊരു എൻജിയോഗ്രാം ചെയ്തിരുന്നെങ്കിൽ അറിയാമായിരുന്നല്ലോ എന്താ സാഹചര്യമെന്ന്. അപ്പൊ ഇത്രയും മനസ്സാക്ഷിയില്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ഡോക്ടർമാർക്കെതിരെ നടപടിയുണ്ടാകണം. ഇതിനെപ്പറ്റി സമഗ്രമായൊരു അന്വേഷണം നടക്കണം. ആ സിന്ധു എന്ന് പറയുന്ന അവർ പറയുന്നത് കേട്ട് ഞങ്ങൾ മരവിച്ച് നിൽക്കുകയായിരുന്നു അവിടെ. ഇങ്ങനെയാണോ നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിൽ ചെയ്യേണ്ടത്? രോഗിയെ കണ്ടിട്ട് പോലുമില്ല, കണ്ടിട്ടില്ല. ഒരു രോഗിയും യഥാർത്ഥത്തിൽ ഒരു നല്ല ഡോക്ടർ അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ കേസ് നോക്കിയിട്ടില്ല, അദ്ദേഹത്തെ എക്സാമിൻ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇതെന്താണ് നടക്കുന്നത്? ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ല. മെഡിക്കൽ കോളേജിലൊക്കെ നടക്കുന്ന ഈ സംഭവങ്ങൾ ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞു വെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജിലുള്ളത്. ഇത്രയും ഗതികെട്ട ഒരു ആരോഗ്യ വകുപ്പിനെ ഞാൻ ഒരു കാലത്തും കണ്ടിട്ടില്ല. സർക്കാർ കണ്ണടക്കുകയാണ്. ഈ പാവങ്ങൾ, ഇതൊക്കെ പാവങ്ങളാണ്. മെഡിക്കൽ കോളേജിൽ പോകുന്ന ആരാ? വലിയ വലിയ ആശുപത്രിയിൽ പോകാൻ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പോകാൻ കഴിയാത്ത പാവങ്ങളല്ലേ പോകുന്നേ. അവിടെ ചെല്ലുന്ന പാവങ്ങൾക്ക് ഒരു നീതിയും കിട്ടുന്നില്ല. ഇങ്ങനെയാണോ ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രവർത്തിക്കേണ്ടത്? എന്ത് റിപ്പോർട്ട്, ആരുടെ റിപ്പോർട്ടാണ് വാങ്ങേണ്ടത്? എന്തിനാണ്? ഇതുപോലെ ഇതൊരു ഉദാഹരണം നമ്മൾ അറിഞ്ഞതാണ്. ഇനി അറിയാത്ത എത്രയോ പാവങ്ങളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നരകിക്കുന്നത്. ഒരു സഹായവും കിട്ടുന്നില്ല ആർക്കും. ഇത്ര ഗതികെട്ട ഒരവസ്ഥയാണ് ആരോഗ്യ വകുപ്പിന്റെ.